അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിന് ആ പേഴ്സ് കിട്ടിയപ്പോൾ ഷാമിൽ അത് ശരിക്കും പരിശോധിച്ചു. ഷാമിൽ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത് ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വന്നു? ഈ വീട്ടിലിത് വരാൻ കാരണം എങ്ങനെ? ഒരാളുടെ ലൈസൻസ്, അതുപോലെ ATM കാർഡ്, പാൻ കാർഡ്, എല്ലാ കാർഡുകളും കുറച്ച് ക്യാഷും എല്ലാം ഉൾപ്പെട്ട ഒരു പേഴ്സായിരുന്നു അത്. ആധാർ കാർഡ് അടക്കം. ഇത് എന്തൊക്കെ തന്നെയല്ല നഷ്ടപ്പെട്ടവന് വരാതിരിക്കില്ല. എന്നാൽ അത് എളാമയോട് ചോദിക്കണം. പക്ഷേ പേഴ്സ് കാട്ടിക്കൊടുക്കാനാവില്ല. എളാമാക്ക് അങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരിക്കോ? എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയണില്ല. അപ്പോൾ എന്നോടെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം, ഇതിപ്പോൾ ഞാൻ ഒരിക്കൽ പോലും എളാമയെ തെറ്റിദ്ധരിച്ചിട്ടില്ല. കാരണം എളാമ എൻ്റെ ഉപ്പയുടെ ഭാര്യയല്ലേ. ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യനെ വിചാരിച്ചിട്ടെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പം ഇത് എന്താ പറ്റിയത്? അതിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ഇതും കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ വേണ്ട, എന്തിനാണ് വെറുതെ തെറ്റിദ്ധരിക്കുന്നത്? തൽക്കാലം ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞാൽ ഷാമിലിന് വല്ലാത്ത ടെൻഷൻ. നാളെയാണ് ഞാൻ പോകുന്നത്. അതെ, നാളെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ മക്കളെ ഇവിടെ ഒറ്റക്കിട്ട് പോകുമ്പോഴേ എളാമാക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടായിരിക്കുമോ? അറിയില്ല. റബ്ബേ പഠിച്ചോനെ. എന്നാൽ ഷാമിൽ ആ പേഴ്സുമായി നേരെ അതാ മുത്തുവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് എളാമയോട് ഷാമിൽ ചോദിച്ചു, എളാമ എന്താടാ? അല്ല, ഞാനിപ്പോൾ വരാം. ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുന്നു. ഏതായാലും നിനക്ക് എന്താ കൊണ്ടുപോകാൻ വേണ്ടത്? ഞാൻ ഉണ്ടാക്കി തരണോ? വേണ്ട. അതെന്താ? മറ്റേത് ഈ എങ്ങനെ ഉണ്ടാക്കാൻ പറയുന്നല്ലോ ഉമ്മ. ഇളമ ഞാൻ എന്ന് വന്നത് അങ്ങോട്ട് കുറേ മുമ്പ്, എത്ര വർഷം മുമ്പ്. അന്ന് എൻ്റെ ഉപ്പയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞയച്ചു തന്നതൊക്കെ. എനിക്കൊന്നും വേണ്ട. നേരെ അതാ മുത്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. മുത്തുക്ക. ഷാമിലോ? എന്തൊക്കെയാ മുത്ത് വിശേഷം? സുഖാണ്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എൻ്റെ മനസ്സൊക്കെ വല്ലാതൊരു വിഷമം തോന്നിയൊരു കാര്യമാണത്. എന്ത് പറ്റി ഷാമിൽ? അല്ല, പോകാനുള്ളതൊക്കെ സെറ്റാക്കിയില്ലേ? നാളെയല്ലേ പോക്ക്? അല്ല മുത്തു, ഞാനെന്താ എനിക്കറിയുന്നില്ല. എനിക്കൊന്നും കൊണ്ടാകാനൊന്നുമില്ല. ഞാനിപ്പോൾ നേരിട്ട് നിൻ്റെ കൂടെ വരും. എന്താ വേണ്ടത്? നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം. അതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പക്ഷേ? അല്ല, ഞാൻ ചെറിയൊരു എടാ ഷാമിൽ, ഞാനും ആദ്യമായിട്ടല്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റേതായൊരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മുത്തു, എനിക്ക് കാര്യമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. എൻ്റെ മനസ്സൊക്കെ സമാധാനമില്ല. നാളെ ഞാൻ പോകുന്ന ദിവസമാണ്. പക്ഷേ എന്താ ഷാമിൽ, എന്താ പ്രശ്നം? നമ്മുടെ ഉമ്മമാരെന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കതിൻ്റെ വിഷമം എന്തായിരിക്കും? നീ എന്താ പറയുന്നത് മനസ്സിലായില്ല. അല്ലടാ, എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. അല്ല, എന്നോട് ഒന്ന് രണ്ട് പേരിങ്ങനെ ചെറിയൊരു വിഷയങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കില്ല. നമ്മുടെ ഉമ്മമാരെക്കുറിച്ച്, ഇളമ്മമാരെക്കുറിച്ചൊക്കെ അങ്ങനെ തെറ്റായ രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങാറായിരിക്കും. ഒന്നുമില്ലെങ്കിൽ എന്താ കാര്യം പറയും? ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എനിക്കിപ്പോഴും അതൊന്നും ആയിട്ടില്ല. നമ്മൾ കാണാതെ അറിയാതെ ഒരു കാര്യം പറയരുത്. പക്ഷേ ചില സമയങ്ങൾ പടച്ചോൻ നമ്മളെ മുമ്പൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരും. അതാണ് ഈ തെളിവ്. പെട്ടെന്ന് ആ പേഴ്സ് എടുത്ത് അതാ മുത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതാരുടെയാ? പെട്ടെന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കുന്നു. ഷൗക്കത്ത്. അല്ല, ഇതെങ്ങനെ നിനക്ക് കിട്ടി? ഇതാ ഷൗക്കത്തിൻ്റെ. അതേടാ, ഇതെന്താ, എവിടെ നിന്ന് കിട്ടി? തിരിച്ചു കൊണ്ട് കൊടുക്ക്. കിട്ടിയതെൻ്റെ വീട്ടിൽ നിന്നാണ്. ഒരു നിമിഷം മുത്തു ഞെട്ടിപ്പോയി. എന്ത് നീ പറയുന്നത്? വീട്ടിൽ നിന്നോ? അപ്പോൾ അവൻ വീട്ടിൽ വന്നിരുന്നോ? അറിയില്ല. വീട്ടിൽ നീ ചോദിക്കടാ, എളാമയോട് നേരിട്ട് തന്നെ ചോദിക്ക്. എങ്ങനെയാണിത്? ഈ എളാമ എന്തായിരുന്നു? ഞാൻ റസിയെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു, സമ്മതിച്ചില്ല അന്നവർ. ഇപ്പം എളാമ ഒന്നും പറയാനായിട്ടില്ല. എനിക്കൊന്നും അറിഞ്ഞിട്ടുമില്ല. ഞാനൊന്നും എന്താപ്പം ഞാൻ ചെയ്യുക? നാളെയാണ് പോകുന്ന ദിവസം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു വിഷമമായിപ്പോയി. എടാ ഷൗക്കത്ത്, ഇവന് നിനക്കറിയില്ലേ, ഇവന് ഭാര്യ മക്കളൊക്കെ ഉള്ളതാണല്ലോ. അതിനെന്താടാ, ഭാര്യ മക്കളൊക്കെ വേണോ ഇതിന്? ഏതായാലും നീ എളാമയോട് സത്യസന്ധമായി ചോദിച്ചിട്ട് അവരെന്താ ഉത്തരം പറയണം നോക്കാലോ.
എടാ മുത്തു, നമ്മൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കും. അത് അവർക്ക് വലിയൊരു സുഖസുന്ദരമായിട്ടുള്ള സംഭവമായിരിക്കും. എന്തായാലും അറിയില്ല, നോക്കട്ടെ, ഞാൻ വരാം. അങ്ങനെ അതാ നേരെ ഷാമിൽ വീട്ടിലേക്ക് തന്നെ പോകുന്നു. പോയപ്പോൾ എളാമ അവിടെ കാത്തിരിക്കുന്നു. അല്ല മോനെ, നിനക്ക് എന്താ കൊണ്ടുപോകാൻ വേണ്ടത്? എളാമ്മക്ക് എന്തൊരു ധൃതി പോകാൻ. അല്ലെങ്കിൽ ഒരു സാധനം പോലും ഒരാൾ വരുമ്പോഴും കൂടെ കൊടുത്തേക്കില്ല. കൊതിക്കാറുണ്ട് ചിലപ്പോൾ നാട്ടിലത്തെ സാധനങ്ങൾക്കൊക്കെ. ആ ഗൾഫിലെല്ലാം കിട്ടും, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാലും ഉണ്ടാവില്ല നാട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൊതി. ആ, എല്ലാം കിട്ടായിട്ടല്ല, അത് വീട്ടിലുണ്ടാക്കിയതൊക്കെ ആകുമ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. എളാമ്മ ചോദിക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കണോ കൊണ്ടാകാനേ? ഇനിയിപ്പോൾ ലേറ്റ് ആവില്ലേ, നാളെ വേഗം ഇറങ്ങേണ്ടതല്ലേ? എന്നെ ഇവർ നേരത്തെ ഇറക്കിയിട്ട് എങ്ങോട്ടാണ്, എന്തിനാ ഇവരെ പരിപാടിയാവും? എന്തൊരു ധൃതി ഞാൻ പോകായിട്ട്. ആ, പോണം. എന്നാൽ പെട്ടെന്ന് ഷാമിൽ ആ ഒരു പേഴ്സ് കീഴ്ശയിൽ നിന്നെടുത്തു. എളാമ, ഇത് ആരുടെ പേഴ്സാണ്? പെട്ടെന്ന് എളാമ ഞെട്ടി. പേഴ്സോ? എന്ത് പേഴ്സ്? എവിടെ? ഇത് ഷൗക്കത്ത് എന്ന പേരുള്ള ആളുടെ പേഴ്സ് നമ്മുടെ സോഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതാരാണ് നിങ്ങൾക്കറിയോ? അതോ, അതിപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു പറയുമ്പോൾ തന്നെ ഈ കുട്ടികളെങ്ങനെ പുറത്തുനിന്ന് എടുത്ത് കൊടുന്നിട്ടോ? പുറത്തുനിന്നെങ്ങാനും കിട്ടിയിട്ട്? എടി മക്കളെ, ഇവിടെ വന്നാണേ, ഈ പേഴ്സ് അത് സത്യം പറയും. ഞങ്ങൾക്കറിയില്ല ഉമ്മ, അത് അവിടെ സോഫയിലുണ്ടായിരുന്നല്ലോ. മക്കളും അത് തന്നെയാണ് പറഞ്ഞത്. സത്യം പറയടി, നിങ്ങൾ സത്യം പറയൂല നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എളാമ്മ വടിയെടുത്ത് മക്കളെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഈ മക്കൾ എവിടുന്നെങ്കിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവന്ന് ഇടുകയാണ്. എൻ്റെ റബ്ബേ, എന്തിനാണ് ഇതൊക്കെ? പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സാണ്, ഇതെങ്ങനെ ഇവിടെ വന്നു റബ്ബേ? ഷാമിലേ, അതെടുത്ത് കൊണ്ട് എവിടേക്ക് ആദ്യ കൊണ്ടുപോയി കൊടുക്കുകയെ. എന്തിനാളമ്മ, ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവരിങ്ങോട്ട് തിരഞ്ഞു വരൂലേ? ആ, മനസ്സിലായി. എടാ ഷാമിലേ, അത് പിന്നെ ഞാനന്ന് ടൂറ് കഴിഞ്ഞ് വന്നില്ലേ, വന്നപ്പോൾ എൻ്റെ പൊന്നു മോനെ, എൻ്റെ ബാഗിൽ അത് എങ്ങനെയപ്പോൾ എനിക്ക് പെട്ടു, എനിക്ക് അറിയണില്ല. എൻ്റെ ഡ്രസ്സുമ്പോൾ ഞാൻ കൊളട്ടിയതാണോ, ബാഗിൻ്റെ അവിടെ കുടുങ്ങിയതാണോ എന്തോ അറിയില്ല. ഇത്രയും ക്യാഷും സാധനങ്ങളിലെ പേഴ്സ് കൊളത്തുക, കുടുങ്ങുക. ഷാമിലിന് നല്ല രീതിയിൽ അവർ സംശയമുണ്ടായി. അതെ എളാമ, കൊളത്തിയതാണെങ്കിലും കുടുങ്ങിയതാണെങ്കിലും ഇനി വരുമ്പോൾ അത് കൊടുത്തേക്കിട്ടോ. ആ, ഞാൻ കൊടുത്തോളാം. അത് പറഞ്ഞ് ഷാമിൽ അകത്തേക്ക് പോയപ്പോൾ ശരിക്കും എളാമ ഞെട്ടിപ്പോയി. അതെ, എന്നെ വെച്ച് ഒന്ന് ഊക്കി പറഞ്ഞതാണല്ലോ, അല്ലാതെ ഒരിക്കലും. ഷാമിലേ, ഈ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ, ഈ മറക്കണ്ട. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതവിടെ ഉണ്ട് ഹോസ്പിറ്റലിലെ ചികിത്സയിൽ. എനിക്ക് 2 മക്കളുണ്ട്, പെണ്ണ് കെട്ടാനായ ഒരു മോനുണ്ട് ഭർത്താവിൽ. അങ്ങനെയൊക്കെ ആയ എനിക്ക് ഇത്രയും സ്ഥാനം ലഭിക്കേണ്ടേ? എന്നെ നീ എന്താ കള്ളത്തിയാക്കേ? എടാ പിന്നെ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നീ എന്തെന്നോട് പറഞ്ഞു വരുമ്പോൾ കൊടുത്തോണ്ടിരുന്നോ? ആര് വരുമ്പോൾ? ആഹാ, നീ ഇത്രയൊക്കെ എന്നെ പറയാനായില്ല. എൻ്റെ ബാപ്പാനോട് ഞാൻ പറയട്ടെ കുറച്ച് കാര്യങ്ങൾ. ഈ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് എന്നെ കാണേണ്ടത്, എന്നിട്ടിപ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത്? ഷാമിലൊന്നും മിണ്ടിയില്ല അതിന്. അതെ, എളാമ അല്ലെങ്കിലും സംസാരിച്ച് കാര്യങ്ങൾ അങ്ങ് ഒതുക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് ചെറിയ പരീക്ഷണങ്ങൾ മാത്രമേ ഇനി വകയുള്ളൂ. നാളെയാണ് ഞാൻ പോകുന്നത്. പഠിച്ചോനെ, ഇതിപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് പോലും ശരിയാവില്ലല്ലോ. എളാമ കാര്യങ്ങളങ്ങനെ പറഞ്ഞങ്ങ് ഒഴിവാക്കി. ഷാമിൽ ആകപ്പാടെ ടെൻഷനിൽ അവൻ റൂമിലേക്ക് പോയി. ഭക്ഷണം കഴിക്കണില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. എപ്പോ? എവിടുന്നെങ്ങനെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഷാമിൽ വാതിലടച്ച് റൂമിൽ കിടന്നു. അത് മനസ്സിനുള്ളിൽ ഒരുപാട് ചിന്തകൾ വല്ലാതെ തകർന്നു പോകുന്നു. അത് എൻ്റെ ഉപ്പ പാവം, അവിടെ ചികിത്സയിൽ. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ എളാമാൻ്റെ സ്വഭാവം ഈ രീതിയിലായി കഴിഞ്ഞാൽ റബ്ബേ എന്തൊക്കെ നടക്കും എനിക്കറിയുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ പോകുവാണ്, ഇനിയിപ്പോൾ എന്താ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേ? എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആണും പെണ്ണും ഒത്തുകഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ അവൻ കയറി ഇറങ്ങിക്കണോ എന്തോ ആർക്കറിയാം. അല്ലാഹുവേ പഠിച്ചോനെ, നീ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു കൊണ്ടല്ല. എന്നാൽ ആ ദിവസം തന്നെ എളാമ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു. ഹലോ ഷൗക്കേ,
പറവണ്ണേ, എന്തായിരുന്നു വിളിക്കാതിരുന്നത്? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ത് വിളിക്കാതിരുന്നത്? അതേ, പിന്നെയുണ്ടല്ലോ, ആം, ഒരു പേഴ്സ് ഇവിടെ സോഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പടച്ചോനെ, അത് അവിടെയാണോ? ഞാൻ ആകെപ്പാടെ തിരഞ്ഞ് തിരഞ്ഞ് നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കണം. അവിടെ ഉണ്ടാകാൻ ചാൻസും ഇല്ല. പിന്നെ ഇപ്പം എങ്ങനെ ഇപ്പം അത് എന്ന് ഞാൻ മക്കളെയൊക്കെ ദേഷ്യം പിടിച്ച് ചീത്തറിഞ്ഞ് ആ പിന്നെ പിന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പോയിക്കും. ഞാൻ പറഞ്ഞു, ഈ എൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ, എൻ്റെ പേഴ്സ് എവിടെ, അത് നീ എടുത്തു പോയോ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറേ ഞാൻ ചീത്ത പറഞ്ഞിരുന്നു. കാരണം അവൾ എന്നോടിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് നെഗറ്റീവായിട്ടൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, നീയാണ് എല്ലാത്തിനും കാരണക്കാരൻ, നീയാണ് തെറ്റുകാരൻ, നീ ഓരോന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്തൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പേഴ്സും കാണാനില്ല. അപ്പം ഞാൻ എവിടെയാണ് കൊണ്ടുപോയിട്ടത്? എൻ്റെ ATM കാർഡ്, എൻ്റെ ആധാർ കാർഡ്, എൻ്റെ ലൈസൻസ്, എൻ്റെ എല്ലാ കാർഡുകളും രേഖകളും, എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാഷൊക്കെ ഉള്ള പേഴ്സ്, അതും നീ ഒളിപ്പിച്ച് കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചു. അതിൽ എൻ്റെ അടുത്ത് 2 അടിയെ കിട്ടി അവിടെ കിടക്കുന്നുണ്ട്. പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അതേതായാലും നന്നായി. വല്ലാതെ പെണ്ണുങ്ങളിങ്ങനെ പറയുമ്പോൾ 2 പൊട്ടിക്കണം, അല്ലെങ്കിലും നല്ലതാ. അത് പിന്നെ മുത്തേ വിഷമിക്കല്ലേ, ഇത് ഇവിടെ ഉണ്ടല്ലോ പേഴ്സ്. അല്ല, എന്താ ഷാമിലിൻ്റെ പോക്ക് എന്തായി? ഷാമിൽ നാളെയാണ് പോകുന്നത്. അതിനിപ്പോൾ എന്താ? ഇനിയിപ്പോൾ ഷാമിൽ ആ റൂമിൽ പോയി കിടന്നാൽ എന്താ? ഓനൊന്നും അറിയുന്നില്ല, ഓൻ എണീക്കൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ ബാത്റൂമും കാര്യങ്ങളും അറ്റാച്ചഡൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. എടി പെണ്ണെ, ഓനങ്ങ് പോയിക്കോട്ടെ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാലേ ആകെപ്പാടെ കുളം തോണ്ടും. ഓ, പിന്നെ അങ്ങനെ നാളെ പോകില്ലേ? നാളെ മുതൽ നമുക്ക് സ്വസ്ഥമായിട്ട്. അല്ല, എനിക്ക് അങ്ങോട്ട് വരാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. എനിക്ക് അവിടെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ പിന്നെ ഇവിടെ നിന്ന് പോയി കിട്ടണില്ലല്ലോ. ഇത് രഹസ്യമായി തൻ്റെ ഭർത്താവ് അതൊരു പെണ്ണിനോട് സംസാരിക്കുന്നു. അതെ, ഷാമിലിൻ്റെ എളാമയും. എന്നാൽ ഈ സമയം അതാ ഷബ്ന അത് പതുക്കെ കേൾക്കുന്നു. കണ്ണീരോടെ അവൾ തലയുയർത്തി. എന്താ, കഴിഞ്ഞോ? സംസാരം കഴിഞ്ഞോ? എടി പെണ്ണെ, നീ ഒളിച്ചു നിന്ന് കേൾക്കുകയാണല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിൻ്റെ പാട്ടിന് പോകാം. നിന്നെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. എന്തിനു പിടിച്ചു വെക്കണേ? ഒരു കാര്യമില്ല എനിക്ക് പിടിച്ചു വെക്കണ്ടേ. പിന്നെ നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ചവിട്ടിയാൻ കൂട്ടും. വേണ്ടാത്തവരൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോ. കണ്ണീരോടെ പാവം ഷബ്ന. റബ്ബേ, അവൾ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ മേൽ കൈവച്ചുകൊണ്ട്, അല്ലാ റബ്ബേ, ഓരോരുത്തരുടെ ദുരിത ജീവിതം ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ എന്താടി കിടന്ന് മൂങ്ങുന്ന? നീയല്ലേ ഇറങ്ങി പോവാന്ന് പറഞ്ഞത്? ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? അതെ, അവൾ ഇറങ്ങില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ആങ്ങളാരടുത്തേക്കല്ലേ, ആങ്ങളാരടുത്ത് എത്ര നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആങ്ങളമാർ മാത്രം, നാത്തൂമാരൊക്കെ കൂട്ടത്തിൽ മക്കളെയും കൊണ്ട് നിൽക്കുമ്പോൾ എന്തായാലും ഓൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് ഷൗക്കത്തിന് നന്നായിട്ടറിയാം. എന്താടി നീ പോകുന്നില്ലേ? എന്താ കിടന്ന് മോങ്ങുന്നത്? പോകാൻ നോക്കിക്കോ. നീയല്ലേ പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നില്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടൊക്കെ. പിന്നെ ഇവിടുത്തെ പെങ്ങളെ ഭർത്താവ് എന്നെക്കൊണ്ടൊരിത് പറയിപ്പിക്കണ്ട നീയെ. ഇക്ക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളെ വീട്ടുകാരൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ പഠിച്ചോൻ കൊടുക്കും ഓൽക്കുള്ളത്. അത് അയാൾ എന്നെ വന്നപ്പോഴേക്കും ഞാൻ അയാളെ വന്നപ്പോഴേക്കും നീ അയാളെ അങ്ങ് വിളിച്ചു വരുത്തിയല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഭർത്താവ് അവളുടെ നേരെ വരുന്നു. പറയടി, സത്യം പറഞ്ഞോ, നിനക്കെന്താ അവൻ്റെ കൂടെ പോണോ? വേണ്ട, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ, എല്ലാം പഠിച്ചോൻ കാണുന്നു. സത്യം ചെയ്യാൻ പഠിച്ചോനും നിങ്ങളുടെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. ഇപ്പം ഷബന ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ അതാ നല്ലത്. എനിക്ക് നിന്നെ മുഖം തന്നെ കാണുന്നത് ഇഷ്ടമല്ല. ഭർത്താവ് ദേഷ്യം പിടിച്ചുകൊണ്ട് അത് പറയുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ അങ്ങോട്ട് വരുന്നു. ഷൗക്കത്തെ, എന്താ വാപ്പാ? എന്താ അവിടെ ഒച്ചപ്പാട്? എന്താ വാപ്പാ? എൻ്റെ വീട്ടിൽ ഒച്ചപ്പാടുണ്ടാണ് നിങ്ങളെതിരെ നോക്കി എടുക്കണത്? നിങ്ങളെ വീട്ടിൽ അവിടെ ഒച്ചപ്പാടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവും. ഷൗക്കത്തെ, ഒച്ചപ്പാടും ബഹളും ഉണ്ടായിക്കോട്ടെ, ആ പെണ്ണിൻ്റെ മേലെ ഈ കൈ വെക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഗർഭിണിയായ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ മേലെ എന്തിൻ്റെ പേരില്ല ഈ വെക്കണ്? ഉപ്പ, പന മരുമകനുണ്ടല്ലോ, പുന്നാര മരുമകന്,
ആ ദ്രോഹിയെക്കുറിച്ച് എന്നോട് പറയണ്ട. ഇപ്പോഴും സ്ത്രീധനം ചോദിച്ച് നടക്കുകയാണ് ഓന്. അതെ, എന്നത്തോ കാലത്ത് സ്ത്രീധനം കൊടുക്കാൻ ബാക്കിയുണ്ട്. എൻ്റെ ബാപ്പാനോട് തരാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ പെണ്ണ് വന്ന് കരച്ചിലാണ്. എന്നിട്ട് പോനിപ്പോൾ സ്ത്രീധനം കിട്ടാത്തതുകൊണ്ടേക്കാരം പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി നടക്കണതല്ലേ. പിന്നെ ഇജ്ജ് വേണ്ടാത്തിന് നിൽക്കണ്ട. ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഓളത് തൊട്ട് കളിക്കരുത്. പാവം പെണ്ണാണ്. എനിക്കൊരു തുള്ളി വെള്ളം തരല് ഓളാണ്, വേറെ ആരുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും എനിക്ക് അങ്ങനൊന്നും കിട്ടും. നമുക്ക് ഭക്ഷണം വെള്ളം ചായക്ക് നേരത്തിന് ഈ പെണ്ണങ്ങോട്ട് എത്തിച്ചു തരും. അങ്ങനെയാണ്. അത്രക്ക് എന്നെ നോക്കുന്ന പെണ്ണാണത്. ഈ ആയിട്ട് ഇനി ഓളെ ബാപ്പാ ഇങ്ങൾക്കിപ്പോൾ അതാണ് വലുത്. നിങ്ങളെ ചായയും വെള്ളം ഇതൊക്കെ മുടങ്ങുമെന്നുള്ള. പക്ഷെ ഓളിനോട് ചെയ്ത് ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. ഷബിന, ഇറങ്ങിപ്പോയിക്കോ എൻ്റെ വീട്ടിൽ നിന്ന്, അതാ നല്ലത്. ഷൗക്കത്ത് അട്ടഹസിക്കുകയാണ്. എന്നാൽ ഷബിന ഒന്ന് തീരുമാനിച്ചു. ഇല്ല, ഇനി ഇവിടെ നിൽക്കുന്നില്ല. എന്നാൽ ഷബിന ഒരു നിമിഷം പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോളാം. പക്ഷേ നിങ്ങൾക്ക് സുഖാവുമല്ലോ അല്ലേ? അറിയാതെ ഫോൺ വിളിക്കുക, കിടക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുക. അതെ, ഫോൺ എൻ്റെ മുഖത്തേക്ക് അടിച്ചു നോക്കും, ഉറങ്ങിക്കണോ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെ ഉറങ്ങാൻ എനിക്ക് കഴിയും? നിങ്ങളെ സംസാരം ചെടിയിൽ കളിയൊക്കെയല്ലേ ഞാൻ കാണുന്നത്. ഞാൻ പോയിക്കോളാം, നിങ്ങൾക്ക് സുഖാവട്ടെ. എടീ, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം. നീ ചെയ്ത് തെറ്റോ? നീ ചെയ്ത് തെറ്റ്, അതാണ് ഇവിടെ മെയിന്. അല്ലാതെ ഒരിക്കൽ പോലും അളിയൻ പറഞ്ഞത് വെറുതെ ഒന്നും അളിയൻ പറയില്ല. എന്നാൽ ഈ സമയം അതാ അയാൾ പറയുന്നു, ഇറങ്ങിപ്പോയിക്കൂടെ എൻ്റെ കൺമുമ്പിൽ നിന്ന്? നാണമില്ലല്ലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കാൻ. എന്നാൽ ഉപ്പ എങ്ങോട്ട് ഇറങ്ങാനാ? ആ ഒരു ആങ്ങളമാരെത്തിക്കാണോ ഈ ഓല പറഞ്ഞേക്കണ്? അവിടെ ഓരോ ആങ്ങളമാരും ഭാര്യമാരും മക്കളൊക്കെ ഓലെടീക്ക് ഈ കുട്ടികളെ ഈ നല്ലൊരു പെരും കൂടിയും വിട്ട് പറഞ്ഞേക്കേ. കുട്ടികളെ ഇടങ്ങാറാകാനോ? ഒന്നുമില്ലെങ്കിൽ ഓള് 6 മാസം ഗർഭിണിയാൻ പെണ്ണാണ്, അതും കൂടി മറക്കണ്ട കേട്ടോ. ബാപ്പല്ലല്ലോ ഓളെ ഭർത്താവ്, ഞാനാണ്. ഞാൻ പറഞ്ഞനുസരിച്ച് ഓള് നിന്നാൽ മതി ഇവിടെ. ബാപ്പാ, ഞാൻ പോയിക്കോളാം ബാപ്പാ. ഒരാൾക്കും ശല്യമായിട്ട് ഞാൻ നിൽക്കണില്ല ബാപ്പാ. അല്ലെങ്കിലും സുഖം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിക്കണം ബാപ്പാ. സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ വരെ കഴിയില്ല. അത്രക്കും. എന്താടി, എന്നെക്കുറിച്ച് നീ എന്താ പറഞ്ഞു കൊടുക്കണ്? ടൂറ് കാര്യം ഒക്കെ 2-3 ദിവസത്തിനൊക്കെ പോയി വരും, കൂട്ടുകാരുടെ കൂടെ അല്ലേ? ഒരിക്കലുമല്ല, അതെനിക്ക് മനസ്സിലായി. കൂട്ടുകാരുടെ കൂടെ ടൂറ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ദേഷ്യം. പഠിച്ചും കാണുന്നുണ്ട് എല്ലാം. ഒരു ദിവസം എല്ലാം പൊളിഞ്ഞോളും, നോക്കിക്കോളി. എടീ, ഷൗക്കത്തെ കൈയെടുക്ക്. ഓളെ നേരെ ഈ കയ്യോ അങ്ങനെ തിട്ടോ. ബാപ്പ അവൻ്റെ കൈ തടുത്തു. ബാപ്പാ, നിങ്ങളെ പാട്ടിന് പോയിക്കോളി. നിങ്ങളെ വീട്ടിൽ ഇത് ഞാൻ അടുത്ത വീടാണ്. ഇവിടേക്ക് എന്ത് കാര്യത്തിന് മേലെ നിങ്ങൾ ചാടിക്കയറി വരുന്നത്? അങ്ങോട്ട് പോയിക്കാണ് നിങ്ങൾ. ബാപ്പയെ അതാ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതെ, പൊന്നുമോനെ എത്ര പോറ്റി ലാളിച്ച് വളർത്തിയതാണ്. കൈപിടിച്ച് നടന്നു, പഠിപ്പിക്കാൻ വിട്ടു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, കല്യാണം കഴിച്ചെടുത്തു. അതെ, ബാപ്പ കുറച്ച് പ്രായമായി, മക്കൾ എന്തും പറയാൻ മാത്രമായി. തെറ്റ് കണ്ടാൽ എതിർക്കാൻ ബാപ്പാക്ക് കഴിയില്ല. അതെ, അതിന് പാടില്ല. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ആയിക്കോട്ടെ, സാരല്ലല്ല, ആയിക്കോട്ടെ. അല്ല, ആ പിതാവിൻ്റെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അതെ, മരുമകൾ ഓളങ്ങോട്ട് പോവാന്, ഓളി പെരയും കൂടെയൊക്കെ ഒഴിവാക്കി അങ്ങോട്ട് പോകാൻ, എന്നിട്ട് ഓനിവിടെ സുഖിക്കാനായിരിക്കും. ഷബിന കണ്ണീരോടെ ആ പിതാവിനെ നോക്കി നിന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.